Hi, Janabai. Internet Payment Processing System. We have to examine the main participant in an e-commerce payment processing system in order to understand the need of internet payment services. ഇൻ്റർനെറ്റ് പേയ്മെൻറ്റ് സർവീസസിൻ്റെ ആവശ്യകത മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇ-കൊമേഴ്സ് പേയ്മെൻറ്റ് സിസ്റ്റം മനസ്സിലാക്കണം. അപ്പോൾ അതിന് ദ പാർട്ടിസിപ്പൻറ്റ് ഓഫ് ആൻ ഓൺലൈൻ ഇലക്ട്രോണിക് പേയ്മെൻറ്റ് ട്രാൻസാക്ഷൻ ഇൻക്ലൂഡ് ദ ഫോളോയിങ്. ഒന്ന്, കസ്റ്റമർ. The customer in the e-commerce may be individual or organization who buy the product or service online and hold the payment card such as credit card or debit card. അതായത് ഒരു ഇൻഡിവിജ്വലോ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനോ ആയിരിക്കാം, അത് അവരുടെ കയ്യിലൊരു ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡ് ഒരു ഇഷ്യൂവറിൻ്റെ കയ്യിൽ നിന്ന് ഇഷ്യൂ ചെയ്ത ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ ഉണ്ടായിരിക്കും. അപ്പോൾ അതാണ് കസ്റ്റമർ. പിന്നെ വരുന്നത് ദ ഇഷ്യൂവർ. The issuer means the financial institute such as bank that provide the customer with a payment card. The issuer is responsible for the card holders debit payment. ഇഷ്യൂവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഡെബിറ്റ് കാർഡ് കൊടുക്കുന്ന ആൾ, അതായത് ബാങ്ക് അങ്ങനത്തെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിനെയാണ് ഇഷ്യൂവർ എന്ന് പറയുക. അടുത്തത് മെർച്ചൻറ്റ്. ദ പേഴ്സൺ ഓർ ഓർഗനൈസേഷൻ ദാറ്റ് സെൽസ് ഗുഡ്സ് ഓർ സർവീസസ് ടു ദ കാർഡ് ഹോൾഡർ. കാർഡ് ഹോൾഡറിൻ്റെ ആണ് ഗുഡ്സും സർവീസും സെല് ചെയ്യുന്ന ആൾക്കാരെയാണ് കാർഡ് ഹോൾഡർ എന്ന് പറയുക. അടുത്തത് ദ അക്വയറർ. അക്വയറർ എന്ന് പറഞ്ഞാൽ ഏറ്റെടുക്കുന്ന ആൾ. ദ അക്വയറർ ഈസ് എ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ദാറ്റ് എസ്റ്റാബ്ലിഷ് ആൻ അക്കൗണ്ട് വിത്ത് merchant and process payment card authorization and payments. The acquirer provide authorization to the merchant within customer credit limit. കസ്റ്റമറിൻ്റെ ക്രെഡിറ്റ് ലിമിറ്റിൽ മാത്രമേ ഓതറൈസേഷൻ പ്രൊവൈഡ് ചെയ്യുള്ളൂ. അടുത്തത് പേയ്മെൻറ്റ് ഗേറ്റ്വേ. ദിസ് ഫംഗ്ഷൻ ഓപ്പറേറ്റഡ് ബൈ തേർഡ് പാർട്ടി പ്രൊവൈഡർ പ്രോസസ് merchant payment by providing an interface between the merchant and the acquirer. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തേർഡ് പാർട്ടി പ്രൊവൈഡർ പ്രോസസ്സാണ്. അപ്പോൾ മെർച്ചൻറ്റും പിന്നെ അക്വയറും തമ്മിലുള്ള ഒരു ഇൻ്റർഫേസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഫിനാൻഷ്യൽ പ്രോസസ്സിംഗ്. The payment gateway is an e-commerce application service provides service such as authorized payment for e-business, online shopping. ഓൺലൈൻ ഷോപ്പിങ്ങിനും എന്താണ് ഗേറ്റ്വേ എന്ന് പറഞ്ഞാൽ ഇ-കൊമേഴ്സ് ആപ്ലിക്കേഷൻ സർവീസ് ആണ്. അത് ഈ ഓൺലൈൻ ഷോപ്പിങ്ങിനും അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. The processor is a large data center that process credit card transaction and settle funds to merchant connected to the merchant on behalf of acquirer via payments gateway. അപ്പോൾ ദ പ്രോസസ്സർ എന്ന് പറഞ്ഞാൽ ഒരു ലാർജ് ഡാറ്റ സെൻ്ററാണ്. അത് ക്രെഡിറ്റ് കാർഡും ട്രാൻസാക്ഷനൊക്കെ പ്രോസസ്സ് ചെയ്യും. പിന്നെ ബേസിക് സ്റ്റെപ്പ് ഫോർ ഓൺലൈൻ പേയ്മെൻറ്റ്. ഓൺലൈൻ പേയ്മെൻറ്റ്സിൻ്റെ ബേസിക് സ്റ്റെപ്സ് ആണ് പറയുന്നത്. The basic steps for online payment transaction include the following. Step 1. The customer place an order online by selecting items from the merchant website and sending the merchant a list. First merchant വെബ്സൈറ്റിൽ സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ട് അതിനൊരു ലിസ്റ്റ് സെൻഡ് ചെയ്യും. സെക്കൻഡ്, the buyer submit a payment required through his cell phone, computer or mobile payment processor. The buyer submit a payment request. ബയർ ഒരു പേയ്മെൻറ്റ് റിക്വസ്റ്റ് സബ്മിറ്റ് ചെയ്യും, സെൽഫോൺ വഴിയോ കമ്പ്യൂട്ടർ വഴിയോ ഒക്കെ. സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് ദ സർവീസ് പ്രൊവൈഡ് റൂട്ട് ടു ദ ഡാറ്റ വൈവ എ സെക്യൂർ കണക്ഷൻ ടു ദ ബയേഴ്സ് ബാങ്ക് ഓർ ക്രെഡിറ്റ് കാർഡ് കമ്പനി. അതായത് നമ്മൾ ബയേഴ്സിൻ്റെ ബാങ്കിൽ നിന്നോ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് കമ്പനിയിൽ നിന്നോ ഒരു സെക്യൂറായ പേയ്മെൻറ്റ് ലിങ്ക് കൊടുക്കും. അടുത്തത് നാലാമത്തെ, ബയേഴ്സ് ബാങ്ക് ഐദർ provide or decline the transaction based on the buyer's availability funds credit. If approved, the transaction route back to the payment provided to be processed. അതായത് ഈ കൊടുക്കുന്ന മെസ്സേജ് ഈ ബയേഴ്സിൻ്റെ ബാങ്ക് ഒന്നുകിൽ അക്സെപ്റ്റ് ചെയ്യും അല്ലെങ്കിൽ ഡിക്ലൈൻ ചെയ്യും. അതുപോലെ ഫണ്ട് അത് ബാങ്കിൻ്റെ അകത്തുള്ള പൈസ അനുസരിച്ചിട്ടായിരിക്കും. ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ സാധാരണ പേയ്മെൻറ്റ് പ്രോസസ്സാവും. പിന്നെ സ്റ്റെപ്പ് 5, ദ പേയ്മെൻറ്റ് പ്രൊവൈഡർ സ്റ്റോർ ദ ട്രാൻസാക്ഷൻ ആൻഡ് സെൻഡ്
record to both seller and buyer. ബയറിനും സെല്ലറിനും മെസ്സേജ് വയ്ക്കും. The goods service are sent to the buyers and buyers bank send the fund to the seller. Goods service are sent to the buyers. ഗുഡ് സർവീസ് ബയേഴ്സിന് സെൻഡ് ചെയ്യും ആൻഡ് ദ ബയേഴ്സ് ബാങ്ക് സെൻഡ് ദ ഫണ്ട് ടു ദ സെല്ലർ. ബയേഴ്സിൻ്റെ ബാങ്കിൽ നിന്ന് സെല്ലേഴ്സിന് പൈസ സെൻഡ് ചെയ്യും. അപ്പോൾ അതാണ് ബേസിക് സ്റ്റെപ്പ് ഫോർ ഓൺലൈൻ പേയ്മെൻറ്റ്. പിന്നെ വരുന്നത് ഡിജിറ്റൽ പേയ്മെൻറ്റ് റിക്വയർമെൻറ്റ്. Irrespective of type of payment mechanism, digital payment method should have some characteristics to meet its basic requirement. The important basic requirements are the following. ഒന്ന്, acceptability. This refers to whether the payment method is supported globally, should be available and acceptable to all type of buyers and sellers. It should be honored and accepted by all banks or financial institute. ആക്സെപ്റ്റബിലിറ്റി, എല്ലാ ബാങ്ക്സും ഇൻസ്റ്റിറ്റ്യൂട്ടും ഇത് ആക്സെപ്റ്റ് ചെയ്യണം. ദ പേയ്മെൻറ്റ് മെത്തേഡ് ഷുഡ് ബി ഗ്ലോബലി അവൈലബിൾ ആയിരിക്കണം. അടുത്ത അഫോർഡബിലിറ്റി. ദ കോസ്റ്റ് ഓഫ് ഇംപ്ലിമെൻറ്റിംഗ് ആൻഡ് യൂസിങ് ദ സിസ്റ്റം മസ്റ്റ് ബി അഫോർഡബിൾ ഫോർ കസ്റ്റമർ ആൻഡ് മെർച്ചൻറ്റ്. കോസ്റ്റ് ഓഫ് ഇംപ്ലിമെൻറ്റിംഗ് ആൻഡ് യൂസിങ് സിസ്റ്റം അഫോർഡബിൾ, അതായത് ഇതിൻ്റെ കോസ്റ്റും കാര്യങ്ങളൊക്കെ കസ്റ്റമേഴ്സിനും മെർച്ചൻറ്റിനും അഫോർഡ് ചെയ്യാൻ പറ്റണം. ആൻഡ് ബോത്ത് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് മേ ബി നോട്ട് വില്ലിംഗ് ടു പേ സഫിഷ്യൻറ്റ് ഹൈ എക്സ്ട്രാ കോസ്റ്റ് ടു പാർട്ടിസിപ്പൻറ്റ് ഇൻ ഇൻ്റർനെറ്റ് ഇ കൊമേഴ്സ് ട്രാൻസാക്ഷൻ. രണ്ടാൾക്കാർക്കും, അതായത് ബയേഴ്സിനും സെല്ലേഴ്സിനും മേ നോട്ട് ബി വില്ലിങ്, പേ ചെയ്യാൻ ചെയ്യുന്നില്ലെങ്കിൽ ചെയ്യാൻ പറ്റാത്ത അത്രയും ഹൈ കോസ്റ്റ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ ഇൻ്റർനെറ്റ് ഇ കൊമേഴ്സ് ട്രാൻസാക്ഷൻ. അടുത്തത് anonymity. Anonymity is desired to protect one's privacy, identity and personal information. For some transaction, identities of the parties in the transaction could be processed by anonymity. Anonymity suggests that it is not possible to discover some identity or monitor an individual's spending pattern. Efficiency. There are lots of discussion in ability of payment system to accept micro payment. സ്മോൾ പേയ്മെൻറ്റ്സ് എന്ന് പറയുന്നത് 100 റുപ്പീസും 50 റുപ്പീസും ഒക്കെ ആയിട്ടാണ് കണക്കാക്കുന്നത്. പക്ഷേ മൈക്രോ പേയ്മെൻറ്റ്സ് പറയുമ്പോൾ 10 റുപ്പീസിന് താഴെ ഉള്ള പേയ്മെൻറ്റ്സും റിസീവ് ചെയ്യാൻ പറ്റണം വിത്തൗട്ട് പെർഫോമൻസ് ഓഫ് ഡീജനറേഷൻ ആൻഡ് പോസ്റ്റിംഗ് ഹൈ കോസ്റ്റ് ഓഫ് ട്രാൻസാക്ഷൻ. ദ കോസ്റ്റ് പെർ ട്രാൻസാക്ഷൻ ഷുഡ് ബി റീസണബിൾ ഫോർ പ്രോസസ്സിംഗ് സ്മോൾ എമൗണ്ട്. അടുത്ത ഫ്ലെക്സിബിലിറ്റി. ദ സിസ്റ്റം മസ്റ്റ് allow e-commerce customer to order product or services from any location and not just from one PC alternative form. ഒരു ലൊക്കേഷനിൽ മാത്രമല്ല, ഒരു PC മാത്രമല്ല, എല്ലാ സർവീസസും അവൈലബിൾ ചെയ്യാൻ പറ്റണം. പേയ്മെൻറ്റ് ഫോം ആർ നീഡ് ടു in online payment environment. The payment infrastructure should be supported several payment methods including instruments, similar credit card, check and even anonymous electronic cash. Reliability. The system must be reliable since it is for the manipulation of the sensitive information. Natural users would like to see that the system is reliable because the smooth running of an enterprise will be depend on the availability of the reliable payment infrastructure. Security. The payment method is secured in particular whether it is easy to permit different kinds of fraud such as fraud payment for electronic cash system. The issue of security has special angle of countering, which means that no one should be available to produce electronic tokens on their own. Another angle is doubt sending. The design should be ensured that the electronic tokens could be spent twice. Security. Thank you.